എന്താ നിന്റെ സംശയം? അതല്ലമ്മേ, ആ വേലക്കാരികൾ ഇനി മാമൻ കൊടുത്ത ഗസ്റ്റ് ഹൗസിലേക്ക് മറ്റും പോകുമോ? അതിനെ കുറിച്ച് ഓർത്ത് നീ പേടിക്കണ്ട, അവരവിടേക്ക് ഒരിക്കലും പോവില്ല. അതെന്താ അമ്മയ്ക്ക് ഇത്ര ഉറപ്പ്? അതിനുള്ള പണിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ. എടുത്തു വെച്ചിട്ടുണ്ടെന്നോ? എന്ത് പണിയാ അമ്മ എടുത്തു വെച്ചത്? അത് നീ ഇപ്പോൾ അറിയണ്ട. അവരെന്തായാലും അവിടേക്ക് പോവില്ല. ഇനിയിപ്പോൾ പോയാൽ തന്നെ അവരവിടെ നിൽക്കില്ല. അമ്മ എന്താ ഉദ്ദേശിച്ചത്? അതല്ല ഞാൻ നിന്നോട് പറഞ്ഞത്, നീ ഇപ്പോൾ അത് അറിയണ്ട എന്ന്. എന്തായാലും ഇത്രത്തോളം ആയില്ലേ, ഇനി അതും കൂടി കേൾക്കട്ടെ, പറ. എടി മണ്ടി, ഞാൻ വെറുതെയാണോ അവർക്കന്ന് ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തത്? അതവരുടെ അസുഖത്തിന് കൊടുത്തതല്ലേ? ഓ പിന്നെ, എനിക്കെന്താന്നാ അവരുടെ അസുഖത്തിന് ഇങ്ങനെ 10 ലക്ഷം രൂപ കൊടുക്കാൻ? ഞാൻ ചിലതൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെ അത് കൊടുത്തത്. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി മോളെ, അതൊരു പൊളിയാറായ ഗസ്റ്റ് ഹൗസ് ആണെങ്കിലും അതുള്ള സ്ഥലത്തിന് എന്താ വിലയെന്ന് നിനക്കറിയുമോ? ആ, എനിക്കെങ്ങനെ അറിയാനാ? ലക്ഷങ്ങൾ. അതിനിപ്പോൾ എത്ര ലക്ഷങ്ങളായിട്ട് എന്താ അമ്മേ? അത് അവർക്കുള്ളതല്ലേ? അല്ല, അവർക്കുള്ളതല്ലത്. അല്ലെന്നോ? പിന്നെ അന്നു ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അവരിൽ നിന്നും ഞാനൊരു ഒപ്പ് മേടിച്ചിരുന്നു. ഒപ്പോ? എന്തൊപ്പ്? അതെ, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള മുദ്ര പേപ്പറിൽ. അത് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അതേ നടക്കൂ. നിനക്ക് ഇപ്പോൾ തിരിഞ്ഞോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്? തിരിഞ്ഞമ്മേ. അങ്ങനെ ഈ കോടാനം കോടി സ്വത്തും കിഷോറും ആ ഗസ്റ്റ് ഹൗസും എല്ലാം നമുക്ക് സ്വന്തം അല്ലേ? അതെ, അത് നമുക്ക് മാത്രം സ്വന്തം. അതല്ലമ്മേ, ഇതൊക്കെ മാമൻ അറിഞ്ഞാൽ? ഏട്ടൻ ഇതൊന്നും അറിയാനും പോകുന്നില്ല, അവരിട്ട് പറയാനും പോവില്ല. അതൊരിക്കലും നടക്കാൻ പോകുന്ന ഒരു വിഷയമേ അല്ല. അതൊന്നുമല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം. എന്താ? എത്രയും പെട്ടെന്ന് കിഷോർ നീയുമായുള്ള വിവാഹം നടക്കണം. അവൻ ഇവിടെ നടന്ന സംഭവം ഒന്നും അറിയില്ല. അവൻ സ്നേഹ ആരാണെന്ന് അറിയുന്നതിന് മുന്നേ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കണം. അതിനി പേടിക്കാനില്ലല്ലോ അമ്മേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. ഏതെങ്കിലും തരത്തിൽ കൂടി അവൻ ഇതെല്ലാം അറിഞ്ഞാൽ ഇപ്പോൾ ആ വേലക്കാരികളെ നമ്മൾ പുറത്താക്കിയ സ്ഥലത്തേക്ക് നമ്മൾ പോവേണ്ടി വരും. അതൊരിക്കലും നടക്കാൻ പാടില്ല. ശരിയാ അമ്മേ. മോളെ അവിടെ നിൽക്ക്. എന്താ അമ്മേ? അതല്ല, നമ്മൾ എവിടേക്കാ പോകുന്നത്? നമുക്കിപ്പോൾ നമ്മളെ വീട് പോലും നഷ്ടമായിട്ടുള്ളത്. നമ്മൾ ഇനി എന്താ ചെയ്യുക? വാ അമ്മേ, നമുക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരും ദൈവം. എന്ത് വഴി? നമ്മളിപ്പോൾ പെരുവഴി ആയില്ലേ. അമ്മ വിഷമിക്കാതെ വാ. എന്റെ കാര്യം ഓർത്തിട്ടല്ല, നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമം. അമ്മേ, അമ്മ വിഷമിക്കണ്ട. അയ്യോ, അതെവിടുന്ന ഒരു കുട്ടി കരയുന്ന കേൾക്കുന്നത്? ശരിയാ മോളെ, ഞാനും കേട്ടു. അതാ വീണ്ടും കരയുന്നു. വാ അമ്മേ, നമുക്ക് നോക്കാലോ. അയ്യോ മോളെ, താഴേക്ക് നോക്ക്. അയ്യോ, ഒരു കുഞ്ഞു കുട്ടി. അയ്യോ, വാ അമ്മേ, നമുക്ക് ചെന്ന് നോക്കാം. ആ കുട്ടി അമ്മയെ കാണാനിട്ട് കരയുന്നു. വേണ്ട മോളെ. എന്താ അമ്മേ പറയുന്നത്? ഒരു കുഞ്ഞു കുട്ടിയെ കാണുന്നില്ലേ അമ്മ അവിടെ? ആ കുട്ടിയുടെ കാറാണെന്നാ തോന്നുന്നത് അപകടത്തിൽപ്പെട്ടത്. ചിലപ്പോൾ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും അതിൽ കാണും. വാ അമ്മേ, നമുക്ക് നോക്കാം. വേണ്ട മോളെ, ഇപ്പോൾ തന്നെ നമുക്ക് 100 കൂട്ടം പ്രശ്നമുണ്ട്. ഇനി ഇതും കൂടി നമ്മുടെ തലയിലേക്ക് വലിച്ചിടണ്ട. അമ്മ എന്താണ് ഈ പറയുന്നത്? ഒരു ഈച്ചയെ പോലും കാണാത്ത ഈ സ്ഥലത്ത് ഒരു അപകടത്തിൽപ്പെട്ട ഒരു കാറും ഒരു കുട്ടിയെയും കണ്ടിട്ട് എങ്ങനെ നമുക്ക് പോകാൻ മനസ്സുറക്കും? അമ്മ വരുന്നില്ലെങ്കിൽ വരണ്ട, എനിക്ക് മനസ്സ് കേൾക്കില്ല. ഞാൻ ചെന്ന് നോക്കട്ടെ. അമ്മ ബാ. അയ്യടാ, പാവം കുട്ടി. വാവേ, അമ്മ. അയ്യോ, ഈ കുട്ടിയുടെ അമ്മ എവിടെ? കാറിലൊന്നും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഈ കുട്ടി ഈ കാറിലുള്ളതല്ലേ? വാവേ ഏതാ? അമ്മയെ കാണില്ല. വാവ കരയല്ല, അമ്മ ഇവിടെ എവിടെയെങ്കിലും കാണും. ആമീന്റെ അമ്മ കാണില്ല. വാവന്റെ പേരാണോ ആമീന്ന്? ആമീന്റെ അമ്മ. ആമിക്കുട്ടി കരയണ്ട കേട്ടോ. ആമിക്കുട്ടി എന്റെ കൂടെ വാ. ആമിക്കുട്ടിയുടെ അമ്മയെ ഞാൻ കണ്ടുപിടിച്ചു തരാം കേട്ടോ. അമ്മ. അയ്യോ, പാവം കുട്ടി നന്നായി പേടിച്ചിരിക്കുന്നു. ആമിക്കുട്ടി വാ, നമുക്ക് പോകാം. ഈ കുട്ടി ഇതെന്തിന്റെ പുറപ്പാടാ? വേണ്ടാത്ത ഓരോ കാര്യം ഇവൾ എന്തിനു വേണ്ടി തലയെ കയറ്റി വെക്കുന്നത്? അല്ലെങ്കിൽ തന്നെ പെരുവഴിയാ. വരുന്നുണ്ട്. ആമിക്കുട്ടി കരയല്ല. ഇവക്ക് ഇതെന്തിന്റെ കേടാ? മോളെ സ്നേഹ, നീ എന്തൊക്കെയായി കാണിക്കുന്നത്? എന്താ അമ്മേ? അല്ല, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കാറിലില്ലേ? ഇല്ല, അവരതിലില്ല. ഇല്ലെന്നോ? പിന്നെ അവരെവിടെ പോയി? ഒന്നും അറിയില്ല അമ്മേ. അമ്മ ഇവളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. നല്ല പരിചയമുള്ള മുഖം. അമ്മൂടെ ആരൊക്കെയോ തോന്നുന്നു ഇതിനെ. മോളെ സ്നേഹ, നിന്റെ മനസ്സിൽ കളങ്കമില്ലാഞ്ഞിട്ട് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ തന്നെ ഇപ്പോൾ എവിടേക്കാ പോകുന്നതെന്ന് അറിയില്ല. ആ സമയത്ത് ഈ കുട്ടിയും കൂടി നമ്മുടെ കൂടെ ഉണ്ടായാൽ? അമ്മ പറയുന്നതൊക്കെ ശരി തന്നെ.
പക്ഷെ എനിക്ക് മനസ്സ് കേട്ടില്ല ഇവിടെ അവിടെ ഇട്ട് വരാൻ. അമ്മ ഇവളുടെ മുഖത്തേക്കൊന്ന് നോക്ക്. ഈ മുഖം കണ്ടാൽ ആർക്കെങ്കിലും തോന്നുമോ അമ്മയെ കൊലക്ക് കൊടുക്കാൻ? നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ എന്നാ നീ വാ, നമുക്ക് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇവളെ ഏൽപ്പിക്കാം. വേണ്ട അമ്മേ, നമുക്ക് വരുന്നിടത്ത് വെച്ച് എല്ലാം കാണാം. അമ്മ വാ. എന്നാലും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എവിടെ? ആരാ അവയെ കൊണ്ടുപോയത്? ശടാ, ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും ആരാ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക? അവരെന്താ ഇവളെ കൂട്ടാതെ പോയത്? അതാ അമ്മേ പറഞ്ഞത്, ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. വാ, നമുക്ക് പോകാം. കണ്ടിട്ട് കുറച്ച് കാശുള്ള വീട്ടിലെ കുട്ടിയാണെന്നാ തോന്നുന്നത്. എന്നാലും ഇവളുടെ അച്ഛനിക്കും അമ്മയ്ക്കും എന്താ പറ്റിയിട്ടുണ്ടാവുക? ചിലപ്പോൾ വന്നവർ കുട്ടിയെ കണ്ടു കാണില്ല അമ്മേ. അതായിരിക്കും ഇവൾ അവിടെ ആയിപ്പോയത്. വാ അമ്മേ, നമുക്ക് പോകാം. മോളെ സ്നേഹ, നീ പോകാം പോകാം എന്ന് പറയുന്നു. എവിടേക്കാ നമ്മൾ പോവുക? ആരാ നമ്മളെ സ്വീകരിക്കുക? എങ്ങനെ നമ്മൾ 3 നേരം കഴിയും? ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? അമ്മേ, നമുക്കെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നേരിടാനുള്ള കഴിവ് ദൈവം നമുക്ക് തരും. എന്തായാലും സാരമില്ല, നീ വാ, എന്നാൽ നമുക്ക് പോകാം. എന്ത്? നീ പറഞ്ഞ സത്യമാണോ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞ തുക നിനക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടിയെയും കൂടി കിട്ടിയിരിക്കണം. ഇതാരോട് അമ്മ ഇങ്ങനെ കയർക്കുന്നത്? അവരൊരു കാരണവശാലും പുറം ലോകം കാണരുത്. ആരെയായിരിക്കും പുറം ലോകം കാണിക്കാതെ നിൽക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശരിയെന്നാൽ അമ്മേ. നീയോ? എന്താ? അല്ല, അമ്മ ആരോടെ ഇങ്ങനെ ഫോണിൽ കയർക്കുന്നത്? അത് പിന്നെ ആരോടുമില്ല. പിന്നെ അമ്മ ഫോണിൽ കയർക്കുന്നത് കേട്ടല്ലോ. അത് നിനക്ക് തോന്നിയതാ? ഞാൻ ഓഫീസിൽ വിളിച്ചതാ. അമ്മ എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ. എന്റെ പാത്തോ, ഇങ്ങൊന്ന് വേഗം വാ. ആ മനുഷ്യ, ഞാൻ വരുന്നല്ലേ ഇത്. വരൂ വരൂ, കടന്നു വരൂ. അത് ഓൻ വിളിക്കുന്നുണ്ട്. അടെല്ലാം വില കുറവാന്ന് തോന്നുന്നു. ചേട്ടാ, എന്താ വേണ്ടത്? പാത്തോ, എനിക്കെന്തല്ല വേണ്ടിയത്? ചേട്ടന് ഭാര്യയോട് നല്ല സ്നേഹമാണല്ലോ. അതെന്താ ഇനി അങ്ങനെ പറഞ്ഞത്? അല്ല, എന്താ വേണ്ടതെന്ന് അങ്ങോട്ട് ചോദിക്കുന്നത് കേട്ടു, അതുകൊണ്ട് പറഞ്ഞതാ. അതിഞ്ഞു പറഞ്ഞ ശരിയാ. പക്കർക്കാക്കാക്ക് എന്നോട് ഭയങ്കര സ്നേഹ. അല്ല പാത്തോ, എനിക്കെന്നാ വേണ്ടിയതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് കുറച്ച് മുഞ്ചു വെക്കുന്ന സാധനല്ലേ ഇങ്ങ് വാങ്ങിക്കും നിങ്ങള്. അതെനിക്ക് ആവശ്യത്തിലും കൂടുതലുണ്ടല്ലോ. അത് ബക്കർക്കാക്ക പറഞ്ഞ ശരിയാ. എന്നാലും ബക്കർക്കാക്കാന്റെ സന്തോഷത്തിന് എന്തെങ്കിലും ഇങ്ങ് വാങ്ങിക്കും. എന്താ വേണ്ടത് ചേട്ടാ, പറ. എന്നാ പിന്നെ ഇനി 1 കിലോ ഓറഞ്ച് എടുക്കും. എന്റെ റബ്ബേ. എന്താ എന്താ പാത്തോ? മനുഷ്യ, അങ്ങോട്ടോക്ക്. എന്താ? എന്തു പറ്റി? അത് എന്റെ ഓടി പഠിച്ച ശോഭയാ. വാ മനുഷ്യ, നമുക്ക് ചെന്ന് നോക്കാലോ. നിങ്ങളെന്തിനാ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാണ്ട പാത്തോ, ഇഞ്ചി ഓരോരു കോമഡി കേട്ടിട്ടെന്നെ. കോമഡിയോ? ഞാനെന്ത് കോമഡിയാ പറഞ്ഞത്? അല്ല, ഇഞ്ചോട് പഠിച്ച ശോഭയാ അതെന്ന്. ആ, എന്റെ ഓടി പഠിച്ച ശോഭയാ. അതിനെന്ത് ഇത്ര കോമഡി? അതിന് സ്കൂളിൽ പോയിക്കാ, അതന്നെ. മനുഷ്യ, എന്നെ വെറുതെ നാണം കെടുത്തുന്ന നിങ്ങൾ വരുന്നുണ്ടാ? ആ, എന്നാ ബാ. അപ്പൊ ഓറഞ്ച് വേണ്ടേ? എടാ ചെക്ക, ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ഓറഞ്ച് ഇങ്ങനെ നിന്നോ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വേമ്പ. ഇതാ ഞാൻ പേരുന്ന് പാത്തോ. നല്ല ഭാര്യയോ ഭർത്താവും. മോളെ സ്നേഹ, നിൽക്ക്. എന്താ അമ്മേ? ഇനി എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ. എനിക്ക് കുറച്ച് വെള്ളം വേണം. അമ്മേ, അമ്മ ആമിയെയും കൂട്ടി ഇവിടെ നിൽക്ക്. ഞാൻ കുറച്ച് വെള്ളം കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. മളെ ശോഭേ. എന്തായി പ്രബേട്ട? അവരെ ഫോണിൽ കിട്ടിയോ? ഇല്ല, ഒരു വിവരവും കിട്ടുന്നില്ല. ദൈവമേ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഒന്നും അറിയുന്നില്ലല്ലോ. ജഗനെ വിളിച്ചിട്ട് ഫോണ് കിട്ടുന്നില്ല. ആരെ വിളിച്ചാൽ ഇപ്പോൾ ഒരു വിവരം കിട്ടുക? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ കുട്ടി. കവിതേ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. അവർക്കൊന്നും സംഭവിക്കില്ല. പ്രബേട്ട, നമ്മുടെ മോള്. അമ്മേ, എന്തായി? അവരെ കിട്ടിയോ അമ്മേ? ഇല്ലടാ, ഒരു വിവരവും കിട്ടുന്നില്ല. സാധാരണ ചേച്ചി ഇങ്ങനെയല്ലല്ലോ, എവിടെ എത്തിയാലും വിളിക്കാറുള്ളതല്ലേ, പിന്നെ എന്താ പറ്റിയത്? നീ പറഞ്ഞ ശരിയാ കിച്ചു. എന്റെ മോക്ക് എന്നാ പറ്റിയതെന്ന് അറിയില്ല. ശോഭയുടെയും മകളുടെയും കണ്ണീരിന് കാരണമായി ഇതൊക്കെ. പ്രബേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ശരിയേതാ തെറ്റേതാണെന്നറിയാതെ നമ്മൾ അവരെ ഇവിടുന്ന് പറഞ്ഞയക്കരുതായിരുന്നു. നിങ്ങൾ ആരെ പറഞ്ഞയച്ച കാര്യമായി പറയുന്നത്? ഏയ്, അതൊന്നുമില്ല കിച്ചു. പിന്നെ ഒന്നുമില്ലാതെയാണ് നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞയച്ച കാര്യം പറയുന്നത്? എന്താ അച്ഛാ സംഭവം? ഞാനും കൂടി അറിയട്ടെ, പറ. കിച്ചു, നിന്റോടല്ലേ ഞാൻ പറഞ്ഞത് ഒന്നുമില്ലെന്ന്?
അല്ല അവൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? കുഴപ്പമോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. പിന്നെന്താ അവൻ ചോദിച്ചിട്ട് നീ പറയാത്തത്? എന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കിടുന്നത്? നിങ്ങൾ കാര്യം പറയാറാ. അയ്യോ കഷ്ടമായി പോയല്ലോ. ഈ അമ്മ ഇങ്ങനെയല്ലല്ലോ. ശരിയും തെറ്റും നോക്കിയിട്ടാണല്ലോ എന്ത് തീരുമാനവും എടുക്കാറ്. ഇതെന്താ ഇപ്പോൾ പറ്റിയത്? അത് പിന്നെ മോനെ കിച്ചു, കവിതേ, ഇനി നീ എന്തു പറഞ്ഞിട്ട് എന്താ വേണ്ടു? ഞാൻ എന്തിനു വേണ്ടിയാണ് അവരെ ഇവിടുന്ന് അയച്ചതെന്ന് ഒരു നാൾ പ്രബേട്ടന് മനസ്സിലാവും. അച്ഛാ, എന്നിട്ട് ശോഭേച്ചി ഗസ്റ്റ് ഹൗസിലേക്കാണോ പോയത്? ഇല്ല മോനെ, അവരവിടെ ഇല്ല. പ്രബേട്ടൻ എന്താ പറഞ്ഞത്? അവരവിടെ ഇല്ലെന്നോ? പിന്നെ അവരെവിടെ പോയി? അറിയില്ല. എന്താ ദൈവമേ, ഈ വീട്ടിൽ നിന്നും ഓരോ ദുരന്തം ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്നത്? അച്ഛൻ പറഞ്ഞ കണക്കിന് ശോഭേച്ചിയുടെ ബാഗിലേക്ക് ആ കമ്മൽ എങ്ങനെ എത്തിയിരിക്കും? ഇനിയിപ്പോൾ ശോഭേച്ചിയും മകളും എവിടേക്കായിരിക്കും പോവുക? എന്തായിരിക്കും അവർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാത്തത്? അച്ഛൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചിലപ്പോൾ ഇതിന് പിന്നിൽ മായയും അപ്പച്ചിയുമായിരിക്കും. അവരാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവരുടെ കള്ളക്കളി ഇന്ന് പുറത്തു കൊണ്ടുവരണം. മോനെ കിച്ചു. ആ അച്ഛാ, നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാം. അഞ്ജലി എവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നാട്ടിലെത്തിക്കാണുമല്ലോ. നാട്ടിൽ നിന്നായിരിക്കുമല്ലോ അവർ മിസ്സായത്. അതുകൊണ്ട് നമുക്ക് പോയൊന്ന് പരാതി കൊടുക്കാം. ശരി അച്ഛാ. എന്നാ ഒന്ന് പെട്ടെന്ന് ചെല്ല്. അല്ല, ഏട്ടൻ എവിടെ പോകുന്ന കാര്യമാണ് ഏട്ടത്തി പറയുന്നത്? അതൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകുന്ന കാര്യം പറഞ്ഞതാ. എന്തിന്? നീ എന്താ പ്രഭാവതി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ശരി തന്നെ, ചേച്ചി മിസ്സിംഗ് അല്ലേ? അവരെ കണ്ടുപിടിക്കണ്ടേ? അവളിങ്ങ് വരുമായിരിക്കും. ഈ തറവാട്ടിൽ നടക്കുന്ന അനർത്ഥങ്ങൾ വെറുതെ നമ്മളായി അറിയിക്കണം നാട്ടുകാർക്ക്. അപ്പച്ചി ഇങ്ങനെ എതിർക്കണമെങ്കിൽ ഇതിലും എന്തോ കാര്യമുണ്ട്. പ്രഭാവതി, നീ എന്തൊക്കെയായി പറയുന്നത്? ആരെയാ കാണാതായതെന്ന് നിനക്ക് അറിയില്ലേ? എന്റെ മകളെയും കുട്ടിയെയാ കാണാതായത്. അതല്ലേ ഏട്ടത്തി ഞാൻ പറഞ്ഞത്. വേണ്ട കവിതേ, നീ അവളെ കുറ്റം പറയണ്ട. പ്രഭാവതി നമ്മുടെ തറവാടിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതല്ലേ. അതല്ല പ്രബേട്ട, നമ്മുടെ മോള്. നീ വിഷമിക്കാതെ കവിതേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. നീ ചെല്ല്, ഒന്ന് വിശ്രമിക്ക്. പ്രബേട്ട, നീ ചെല്ല്. അച്ഛാ, ഇവിടെ സംഭവിച്ച രണ്ടു കാര്യവും നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവമാണ്. ശരിയാ മോനെ നീ പറഞ്ഞത്. രണ്ടു കാര്യമോ? ഏതൊക്കെ കാര്യം? ശരിയാ, ഏതൊക്കെ കാര്യമാ? എടി, അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. കിഷോർ, ഇങ്ങനെയാണോ സംസാരിക്കുക? സോറി അച്ഛാ. മോളെ സ്നേഹ, ഞങ്ങൾ ശോഭേച്ചിയെയും മകളെയും ഇവിടുന്ന് ഇറക്കിവിട്ട കാര്യം പറയുകയായിരുന്നു. ഏട്ടന് വേറെ പണിയൊന്നുമില്ലേ? ആ വേലക്കാരിയുടെ കാര്യമാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രഭാവതി, നിന്നോടല്ലേ പറഞ്ഞത് അവരെ ഇങ്ങനെ കൊച്ചാക്കി കാണരുതെന്ന്? അച്ഛാ, പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവിടെ 4 ഭാഗം CCTV വെച്ചത്? അതിൽ നോക്കിയാൽ തിരിയില്ലേ എന്താ സംഭവിച്ചതെന്ന്? കിച്ചു, ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. നീ പറഞ്ഞ കാര്യം ശരിയാണല്ലോ. നീ ചെന്നാൽ CCTV ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ശരി അച്ഛാ. പ്രഭാവതി, ഏട്ടാ, ജഗൻ വിളിച്ചിരുന്നോ? ഇല്ല, ജഗേട്ടൻ ദ്വീപിലല്ലേ ഉള്ളത്, അതുകൊണ്ട് വിളിച്ചില്ല. ഇല്ല അല്ലേ? ഞാനും വിളിച്ചിരുന്നു, കിട്ടിയില്ല. ചിലപ്പോൾ അഞ്ജലിക്ക് എന്ത് സംഭവിച്ചെന്ന് അവനിക്ക് അറിയാമായിരിക്കും. അവൻ വിളിച്ചിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നേനെ. അമ്മേ, എന്താ അമ്മയ്ക്ക് എന്താ ഒരു പേടിയും ഇല്ലാതെ നിൽക്കുന്നത്? പേടിയോ? എന്തിന്? കിഷോറല്ലേ CCTV നോക്കാൻ പോയത്? അതിൽ വല്ലതും തെളിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ എല്ലാം? അതിൽ തെളിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി മോളെ, നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ 4 ഭാഗവും ചിന്തിക്കണം. ഓ, അപ്പൊ അമ്മ അതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു അല്ലേ? അല്ലാതെ പിന്നെ നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പോഴാ ഒന്ന് ആശ്വാസമായത്. എന്റെ പക്കർ കാക്ക, അശോകക്കും മോക്കും ഇഞ്ഞു പോന്നാ പോരേനെന്നാലി. നമ്മളതിനോലെ കൊറേ വിളിച്ചിട്ടില്ലേ? വിളിക്കായിട്ടൊന്നല്ലോ, ഓല് വരായിട്ടല്ലേ? അയ്യോ പാവ ശോഭ, ഒക്കെ എന്ത് വിഷമമുണ്ട് നാടിനങ്ങനെ ഇറക്കി വിട്ടിട്ട്. നീ പറഞ്ഞ ശരിയാവാത്തോ? ഓളെ മുഖത്തൊന്നത് വായിച്ചെടുക്കാനാന്നുണ്ട്. എന്നാലും പേടിക്കണ്ടാലോ, ഓളോളെ അനിയത്തിന്റെ പുരയിലേക്കല്ലേ പോയത്. ഞാൻ അതും ഇതും ആലോചിച്ച് വിഷമിക്കണ്ട. ഇനി ബാ, വേഗം പോയിട്ട് എനിക്ക് നല്ല ചൂടുള്ള ചായ വെച്ചനെ. എന്താ എന്നാ പറഞ്ഞത്? എനക്ക് പോയി ചായ വെക്കുവേ. എന്റെ പൊന്നോ, എനിക്ക് ചായ വേണ്ട. അങ്ങനെ വായിക്കുവാ. എന്നാ പോയി 2 ഗ്ലാസ് ചായ വെക്ക്. എന്റെ ഒരു വിധി. എന്നാ നിക്കിതാ ചായ. ഇങ്ങനത്തെ ഒരു മാപ്പിളിനെ കിട്ടി പുണ്യം ചെയ്യണം, പുണ്യം. ഇതാരാ ഇന്നേരത്തെ ഒരു മെസ്സേജ് അയക്കുന്നത്?
വീട്ടുജോലിക്കാരെ ആവശ്യമുണ്ട്. ഏടിയാ മനുഷ്യ വീട്ടു ജോലിക്കാർ ആവശ്യമുള്ളത്? പുത്തൻ പാലസിലേക്ക് അകത്തെ പണിക്കും പുറത്തെ പണിക്കുമായി 2 വീട്ടുജോലിക്കാരെ ആവശ്യമുണ്ട്. മനുഷ്യ നിങ്ങൾ വായിച്ചത് ഏടത്തേക്കാ വീട്ടു ജോലിക്കാർ ആവശ്യമുള്ളത്? പുത്തൻ പാലസില്. പുത്തൻ പാലസിലോ? ആടുന്നല്ലേ ശോഭേനെ അടിച്ചു പുറത്താക്കിയത്? ആ അതിഞ്ഞ് പറഞ്ഞ് ശരിയാന്നല്ലോ പാത്തുവോ. മനുഷ്യ ഞമ്മക്ക് രണ്ടാക്കും അടുത്തേക്ക് പോയാലോ? ഇത്തിരിയും കെട്ട സ്വഭാവമുള്ള പൊരയിലേക്കാ ഞാനില്ലേ. മനുഷ്യ ആടുള്ള പ്രഭാവതീനെ മോളെ എനക്കൊരു പാഠം പഠിപ്പിക്കണം. ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു. നിങ്ങളും എന്റെ പേരും വരുന്നു. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. കേട്ടുക്കാ? ആ എന്നാ ശരി നമുക്ക് പോവാ. അമ്മേ എന്താ മോളെ? അതല്ല അമ്മേ, നമ്മളെ ചെറിയ അകത്തേക്ക് കേറ്റുമോ? ഒന്നും അറിയില്ല. എന്തായാലും പുറത്താക്കില്ലായിരിക്കും. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാം. അല്ലാതെ നമുക്ക് വേറെ എവിടെയും പോവാനില്ലല്ലോ. മോൾ അമ്മക്ക് വേണ്ടി എല്ലാം കുറച്ച് സഹിക്കണം. അമ്മ പറഞ്ഞതുപോലെ നമുക്കൊരിടം കിട്ടുന്നത് വരെ നമുക്കെല്ലാം സഹിച്ച് ഇവിടെ തന്നെ നിൽക്കാം. ആമിക്കുട്ടി കരയണ്ട കേട്ടോ, ചേച്ചി എന്തെങ്കിലും തരാം. പാവം കുട്ടി നേരത്തെ ഒന്നും കഴിച്ചില്ലല്ലോ. വാ മോളെ നമുക്ക് ചെന്ന് നോക്കാം. അമ്മ ചെന്ന് ചെറിയമ്മയെ വിളിക്ക്. ആമിക്കുട്ടി നമുക്കുള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം കേട്ടോ. ഗീതേ, എന്താ അമ്മേ ഇവിടെ ആളില്ലേ? അറിയില്ല മോളെ, കോളിംഗ് ബെല്ലടിച്ചിട്ട് ആരും വരുന്നത് കാണുന്നില്ലല്ലോ. ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടു. നീ വാ. ഓ ഇവരായിരുന്നോ? നിങ്ങളായിരുന്നോ കോളിംഗ് ബെല്ലടിച്ചത്? ആ ഗീതേ, ഞങ്ങളായിരുന്നു. കുറെ ആയാലോ ഈ ബൈക്കൊന്നും കാണാത്തത്? അത് പിന്നെ തിരക്കായിരുന്നു ഗീതേ. അല്ല ഏതായി കുട്ടി? അത് പിന്നെ ഓഹോ, അപ്പോൾ അവിടുന്ന് അടിച്ച് പുറത്താക്കിയപ്പോൾ ഇങ്ങ് വന്നതാണല്ലേ? ചെറിയമ്മ അത്. അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ നിൽക്കാനാണോ? മോളെ ഗീതേ, കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ. പെട്ടെന്ന് ഞങ്ങളൊരു വീട് കണ്ടുപിടിച്ച് അവിടത്തേക്ക് മാറിക്കോളാം. കാണുന്ന വൈബോക്കർക്കൊന്നും കാര്യം താമസിക്കുന്ന വീടല്ലേ ഇത്? ഗീതു, നീ അങ്ങനെയൊന്നും പറയല്ല. ഞങ്ങൾക്ക് വേറൊരു ഇടമില്ല പോവാൻ. വല്ല തെരുവിലും പോയി കിടക്ക്. അല്ലാതെ എങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അവര് രണ്ടും പോരാനിട്ട് ഒരു കുട്ടിയും. അനാഥ മക്കളെയൊന്നും കയറി താമസിക്കാൻ ഇത് അനാഥ മന്ദിരമല്ല, ഇതെന്റെ വീടാണ്. വീട് അങ്ങനെയൊന്നും പറയല്ലേ ചെറിയമ്മേ. ചെറിയമ്മക്കുമില്ലേ ഈ പ്രായത്തിലൊരു മകൾ? നീ എന്നോട് തർക്കുത്തരം പറയുന്നോ? അയ്യോ, തർക്കുത്തരം പറഞ്ഞതല്ല ചെറിയമ്മേ. ആമിക്കുട്ടി കരയല്ല ആമിക്കുട്ടി. ഗീതേ, നീയും ഞങ്ങളെ കയ്യരുത്. ഇനി ഇപ്പോൾ ഇവരെ ഇവിടെ താമസിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ വേലക്കാരി കുറച്ച് ദിവസത്തേക്ക് അവളുടെ നാട്ടിൽ പോയിട്ടാണുള്ളത്. അവൾ വരുന്നത് വരെ അവളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് നിൽക്കാം. അവൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. മനസ്സിലായോ? ഗീതു, നീ ഞങ്ങളെ ഒരു വേലക്കാരിയായാണ് കണക്കാക്കുന്നത്? നീ എത്ര എടുത്തുകൊണ്ട് നടന്നതാണ് ഞാൻ. അമ്മേ വേണ്ട, നിങ്ങളെ ഞാൻ കെട്ടിലമ്മയാക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം ഇവിടുന്ന്. മോളെ സ്നേഹ, ചെറിയമ്മേ, ഞങ്ങളൊരു വേലക്കാരെ പോലെ ഇവിടെ നിന്നോളാം. ഞങ്ങൾക്ക് 3 നേരം ഭക്ഷണം തന്നാൽ മാത്രം മതി. പണമൊന്നും വേണ്ട. ശരി എന്നാൽ. അങ്ങനെ ആ പൈസയും കൂടി ലാഭമായി. വാ മോളെ സ്നേഹ. പാത്തുവോ, ഒന്നും കൂടി ആലോചിച്ചിട്ട് പോയാ പോരാ അടുത്തേക്ക്. ഇനി ഒന്നും ആലോചിക്കാനില്ല. നിങ്ങളോടാ വരുവാൻ പറഞ്ഞത്. ഞാൻ പറയാൻ അങ്ങോട്ട് കേൾക്കുവല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ ഒരു പഠിപ്പിക്കല്. നിങ്ങളോടാ നടക്കുവാൻ പറഞ്ഞത്. ആ പ്രഭാവതിന്റെ മോളും കാര്യം കഷ്ടം തന്നെ. നിങ്ങളെന്താ മനുഷ്യ പിറുപിറുക്കുന്നത്? ഏയ് ഒന്നുമില്ല, നീ വാ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ പാത്തുവോ. അല്ല മനുഷ്യ, നിങ്ങൾക്ക് ലേശം ബുദ്ധിയില്ലേ? അതെന്തേലും ഞങ്ങനെ പറഞ്ഞത്? അതും കൂടി ഞാൻ പറഞ്ഞു തരണ. അതിനല്ല മനുഷ്യ ബെല്ല് വെക്കുന്നത്. ബെല്ല് അതിഞ്ഞ് പറഞ്ഞ ശരിയാന്നല്ലോ. ഇനി ഇവിടെ ബെല്ലൊന്നും കാണുന്നില്ലല്ലോ. ഇത്രയും വലിയ കൊട്ടാരായിട്ട് ഇവലെന്ത് മനുഷ്യന്മാരാ കാണുമ്പത്തിൽ വെക്കണ്ടേ ബെല്ല്? നിങ്ങളൊരു കാര്യം ചെയ്യാനി. എന്ത് കാര്യ? ഓലോട് ബാതിൽ മുട്ടിയിട്ട് ചോയ് കേടിയാ ബെല്ലുള്ളതെന്ന്. എന്നിട്ട് നമുക്ക് ബെല്ലടിച്ചിട്ട് ആളെ വരുത്തിക്കാലോ. എന്റെ പാത്തുവോ, ഇനിയും കൊണ്ട് എനക്കാവുമല്ലേ? അതെന്തേനോ? എല്ലാ പാത്തുവോ, വാതിൽ മുട്ടി ആള് വന്നാ പിന്നെ എന്തിനാ ബെല്ലടിക്കുന്നത്? ആളെ കണ്ടില്ലേ? അത് പറഞ്ഞ ശരിയാന്നല്ലോ. ഞാനെന്ത് മണ്ടത്തിയ? എന്താ പാത്തുവോ ഞാൻ ആലോചിക്കുന്നത്? ഒന്നുമില്ല. വരുന്നുണ്ട്, ആരോ വരുന്നുണ്ട്. ആരാ? ഇതിനു മുന്നേ നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ പക്കറൻ, ഇത് എന്റെ ഓള് പാത്തു. നിങ്ങൾ എന്തിനാ വന്നത്? അത് പിന്നെ ഞങ്ങളൊരു പരസ്യം കണ്ടു വന്നതാ. പരസ്യമോ? എന്ത് പരസ്യം? വീട്ടുജോലിക്കാരെ ആവശ്യമുണ്ടെന്നുള്ള പരസ്യം കണ്ടു, അതുകൊണ്ട് വന്നതാ. ഓ, അതിനായിരുന്നോ വന്നത്? എന്നാൽ അകത്തേക്ക് വാ. വാ പാത്തുവോ.
ഏട്ടത്തി ഏട്ടത്തി ഇങ്ങനെ വിഷമിക്കല്ലേ. അഞ്ജലിക്കും കുട്ടിക്കും ഒന്നും സംഭവിക്കില്ല. എന്റെ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ ഞാൻ എങ്ങനെ സമാധാനത്തിൽ നിൽക്കും? ഏട്ടത്തി അവൾക്കൊന്നും സംഭവിക്കില്ല. ഏട്ടത്തി വെറുതെ അതും ഇതും ആലോചിച്ച് സമയം കളയണ്ട. അമ്മേ. എന്താ മോളെ? ഇവരൊക്കെ ആരാ? അത് പിന്നെ അമ്മേ, അമ്മ പരസ്യം കൊടുത്തില്ലായിരുന്നു വീട്ടുജോലിക്കാർ ആവശ്യമുണ്ടെന്ന്, അതിന് വന്നതാ. ഓ ജോലിക്കാരായിരുന്നോ? പ്രഭാവതി, നീ എപ്പോഴാണ് ജോലിക്കാർ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് പരസ്യം കൊടുത്തത്? അപ്പൊ അതാണ് പ്രഭാവതി അല്ലേ? പാത്തു ഇഞ്ഞൊന്ന് പതുക്കെ പറ, ഒരു കേൾക്കൂ. ഏട്ടത്തി ഞാൻ ഇന്നലെ കൊടുത്തിരുന്നു പരസ്യം. ആട്ടെ, നിങ്ങളുടെ പേരെന്തൊക്കെയാ? ഞാൻ പാത്തു, ഇത് എന്റെ പക്കറ്. ഏട്ടത്തി ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏട്ടത്തി അകത്തേക്ക് ചെല്ല്. ശരി എന്നാൽ. അയ്യടാ, രണ്ടുപേരും ഈ പാല് കുടിച്ചേ, എന്നിട്ട് കളിക്കാം കേട്ടോ നമുക്ക്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. രണ്ടുപേരും വേഗം പാല് കുടിക്ക്. ഇന്ന പാല് രണ്ടുപേരും പെട്ടെന്ന് കുടിക്ക്, എന്നിട്ട് നമുക്ക് കളിക്കാലോ. എന്നാ നമുക്ക് നോക്കാലോ ആരാ ഫസ്റ്റ് പാല് കുടിക്കാന്ന്. അമ്മേ. എന്താ മോളെ? അമ്മ എന്താ ചെയ്യുന്നത്? ഓ ഞാനോ? ഞാൻ ഈ പിള്ളേർക്ക് പാല് കൊടുക്കുകയായിരുന്നു. അയ്യടാ, രണ്ടും വേഗം കുടിച്ചെന്നാൽ പാല്. വേണ്ട വേണ്ട, നിങ്ങൾ കുടിച്ചോ. അമ്മേ, ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം. എന്തിനാ നീ ടൗണിൽ പോകുന്നത്? അത് പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഡ്രസ്സോ? അതിനൊക്കെ കുറെ പണം വേണ്ടേ? ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒരു നേരം കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമാ. അമ്മേ, അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് ഉടുക്കാൻ ഒരു ഡ്രസ്സ് വേണ്ടേ? ആമിക്കുട്ടിയും ഉള്ളതല്ലേ. കുറച്ച് പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട്. പോരാത്തതിൽ എൻ്റെ ഒരു റിങ്ങില്ലേ, അതും കൂടി കൊടുക്കാം. മോളെ സ്നേഹ, ആകെ സ്വർണം എന്ന് പറയാൻ നിനക്ക് അതല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ? അമ്മേ, സ്വർണമൊക്കെ ഇനിയും വാങ്ങാമല്ലോ. ഇപ്പോൾ നമ്മുടെ ആവശ്യം നടക്കട്ടെ. ഞാൻ പോയി വരാം കേട്ടോ. എന്താ നിങ്ങൾ ഇവിടെ? നിങ്ങൾക്കെന്താ അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? അത് പിന്നെ ഗീതേ, ഞാൻ മക്കൾക്ക് പാല് കൊടുക്കാൻ വന്നതാ. മക്കൾക്കോ? ഏത് മക്കൾക്ക്? ഇതാ ഇവർക്ക് തന്നെ. ഓഹോ, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലേ. അയ്യോ, എന്തു പറ്റി ചെറിയമ്മേ? എന്ത് പറ്റിയെന്നോ? ഇനി എന്താണ് പറ്റാനുള്ളത്? കാണുന്ന അനാഥ കുട്ടികൾക്കൊന്നും കൊടുക്കാനല്ല ഞാനിങ്ങനെ പാല് മേടിച്ചു വെക്കുന്നത്. ഗീതു, അങ്ങനെയൊന്നും പറയല്ലേ. അത് ചെറിയ കുട്ടിയല്ലേ. ചെറിയ കുട്ടിയോ വലിയ കുട്ടിയോ ആയിക്കോട്ടെ, എന്റെ പണം കൊടുത്ത് മേടിക്കുന്ന സാധനം അവൾക്ക് കൊടുക്കണ്ട. ഇങ്ങ് കൊണ്ടാടി പാല്. പാല് കുടിക്കാൻ നടക്കുന്നു. ചെറിയമ്മേ, അത് ചെറിയ കുട്ടിയല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. ചെറിയ കുട്ടി പാല് കുടിക്കാൻ നടക്കുന്നു. വല്ല പഴം തന്നെയും പോയി കുടിക്ക്. ചെറിയമ്മേ, ചെറിയമ്മ എന്താണ് ഈ കാണിച്ചത്? ആ പാല് മുഴുവൻ കളഞ്ഞല്ലോ. അത് കളയുന്നതിനേക്കാളും നല്ലതല്ലേ ആ കുട്ടി ആ പാല് കുടിക്കുന്നത്. മോശമേതാ നല്ലതാണെന്ന് എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. അയ്യോ, നീ എന്താ ഗീത ഇങ്ങനെ? കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി അതിലൊന്നും ഇടപെടണ്ട. എന്റെ ചേച്ചിയാണെന്നുള്ള അധികാരം ഇവിടെ എടുക്കുകയും വേണ്ട. മനസ്സിലായോ? അവരെന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അതല്ല ഗീതു ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. നിങ്ങളുടെ സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് കേൾക്കണ്ട. എടി ചിന്നു, പെട്ടെന്ന് പാൽ മുഴുവൻ കുടിക്ക്. കുടിച്ചോളാം കുടിച്ചോളാം എന്നല്ല, പെട്ടെന്ന് കുടിക്ക്. അവൾ പാല് കുടിച്ചു കഴിഞ്ഞിട്ട് അവളുടെ ഗ്ലാസും നിലവും ഒക്കെ ക്ലീൻ ചെയ്യൂ. ആരാടി നിന്റെ ചെറിയമ്മ? ഞാൻ കണ്ട അനാഥ കുട്ടികൾക്കൊന്നും ചെറിയമ്മയല്ല. മനസ്സിലായോ? ആമിക്കുട്ടി കരയണ്ട കേട്ടോ. ചേച്ചി പുറത്തു നിന്ന് വരുമ്പോ കുറച്ച് പാല് മേടിച്ചിട്ട് വരാം കേട്ടോ. പാവം കുട്ടി. അമ്മേ, അമ്മ ആമിയെ നോക്കൂ. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. ആ മോളെ. മോളെ ആമി, ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തുണി എടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? ഞാനൊന്ന് അകത്ത് പോകുമ്പോഴേക്കും എന്റെ മകളുടെ പാൽ നീ തട്ടിയെടുത്തു അല്ലേ? എന്താ പെണ്ണിന്റെ ഒരു അഭിനയം? ചിന്നു, എന്താ സംഭവിച്ചത്?
കൊടുക്കുന്നതാണോ? അവൾ പാൽ തട്ടിയെടുത്തതും പോരാ എന്റെ മകളെ കള്ളിയുമാക്കുന്നു. ഇനി കൊണ്ട പാല് ഇത് തേച്ച് നീ കുടിക്ക്. ഇനി നീ കളിച്ചോ. നിങ്ങൾ എങ്ങനെയുള്ള ഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ ചെറിയ പെൺകുട്ടിക്കുള്ള ഡ്രസ്സാണ്. എന്നാ പിന്നെ ഇതാ ഈ ഡ്രസ് ഒന്ന് നോക്കൂ. ഇത് കൊള്ളാമല്ലോ. ഇതിന് എത്ര റേറ്റ് വരുന്നത്? അതിന് ചെറിയ പൈസയേ ഉള്ളൂ. വെറും 2800 രൂപ. അയ്യോ, 2800 രൂപയോ? ഇത്ര റേറ്റിന്റെ ഒന്നും വേണ്ട. എനിക്കൊരു സാധാരണ റേറ്റിന്റെ മതി. കണ്ടിട്ട് നല്ല കാശുള്ള വീട്ടിലെ പെണ്ണിനെ പോലെയുണ്ട്. ദരിദ്രവാസി. അങ്ങനെയുള്ള ഡ്രസ് ഇല്ലേ ഇവിടെ? നിങ്ങൾ ആ ഭാഗത്തേക്ക് ചെല്ലൂ. അവിടെയുണ്ട് ഡിസ്കൗണ്ടിനിട്ട ഡ്രസ്. മുതിർന്നവരുടെ ഡ്രസ്സും ഉണ്ട് അവിടെ. എല്ലാവരുടെ ഡ്രസ്സും ഉണ്ട് അവിടെ. ഓരോരോ ദരിദ്രവാസികൾ രാവിലെ തന്നെ കേറി വന്നോളും. എന്ത് നല്ല ഡ്രസ്സാ ഉള്ളത്. എല്ലാത്തിനും എന്താ റേറ്റ്? ഇത്രയും ചെറിയ പൈസക്ക് ഇത്ര നല്ല ഡ്രസ്സോ? സ്നേഹ, ഇത് കിഷോർ അല്ലേ? ഹലോ. ഹലോ. അയ്യേ ചമ്മി. ഹായ്. വീണ്ടും ഒരുപോലെ ആയിപ്പോയല്ലോ. എന്നാ പിന്നെ നീ പറ. അയ്യോ വേണ്ട, നീ പറ. ഹലോ. ഹലോ. അല്ല, നീ എന്താ ഇവിടെ? എല്ലാവരും എന്തിനാ ടെക്സ്റ്റൈൽസിൽ വരുന്നത്? അതിന് വന്നു. അല്ല, നീ എന്താ ഇവിടെ? നീ എന്തിനാണോ വന്നത്? അതിന് വന്നു. നീ തനിച്ചാണോ ഉള്ളത്? അല്ല, കൂട്ടുകാരൻ എവിടെ? ഓ, ആകാശോ? അവനിക്ക് കുറച്ച് തിരക്കാ, അതുകൊണ്ട് വന്നില്ല. ഇതെന്ത് പറ്റി കണ്ണിന്? എന്റേതോ? എന്തു പറ്റാൻ? ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു വല്ലതുമുണ്ടെന്ന്. ഗ്ലാസ് വെച്ചത് കണ്ട് ചോദിച്ചതാ. ഓ, ഇതോ? ഇത് ഞാൻ ചുമ്മാ വെച്ചതാ. അല്ല, നിന്റെ വീട് ഇതിന്റെ അടുത്താണോ? വീടില്ലാത്ത കാര്യമൊന്നും ഇപ്പോൾ പറയണ്ട. ചെറിയമ്മയുടെ വീടിനെ പറ്റി പറയാം. നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എന്റെ വീട് ഇതിന്റെ അടുത്താ. നീ വന്ന സാധനമൊക്കെ കിട്ടിയോ? ഇല്ല, ഞാൻ നോക്കുന്നേ ഉള്ളൂ. എന്നാ ശരി. ഒന്നോ നിൽക്കൂ. എന്താ? അത് പിന്നെ നിന്റെ മൊബൈൽ നമ്പർ ഒന്ന് തരുമോ? മൊബൈൽ നമ്പറോ? എന്തിന്? എന്തായാലും നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയില്ലേ, അതുകൊണ്ടാ. അത് പിന്നെ എന്താ, തരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ നീ പറ. പറ. 9947682292. ശരിയെന്നാൽ ഞാൻ വിളിക്കാം. എന്നാ ശരി, ഞാൻ പോട്ടെ. ഏട്ടാ, എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് കേട്ടാൽ ഏട്ടനൊന്നും തെറ്റിദ്ധരിക്കരുത്. എന്താണെങ്കിലും പറഞ്ഞോളൂ പ്രഭാവതി. നീ എന്തിനിങ്ങനെ വളച്ചു കെട്ടുന്നത്? നിനക്ക് എന്നോട് കാര്യം പറയാൻ ഒരു മുഖവിലയുടെ ആവശ്യമില്ലല്ലോ. എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് പിന്നെ ഏട്ടാ, ഇത്രയും ദിവസമായിട്ട് അഞ്ജലിയുടെ ഒരു വിവരവുമില്ലല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നത്? അത് പിന്നെ ഏട്ടാ, നീ ധൈര്യമായി പറഞ്ഞോളൂ. അതല്ല, അഞ്ജലി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ആർക്കറിയാം? പ്രഭാവതി, ഏട്ടത്തി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവൾ മുമ്പ് സച്ചിയുടെ കൂടെ പോയതും അങ്ങനെ തന്നെയല്ലേ? ഒരു വിവരം ഇവിടെ പറയാതെയല്ലേ പോയത്? എന്നിട്ടൊരു കുട്ടി ഉണ്ടായപ്പോയല്ലേ അവൾക്ക് വീട്ടുകാരിയൊക്കെ വേണ്ടത് വന്നത്? കുട്ടിയെ കാണിച്ച് സ്വത്തിന്റെ പാതി അവൾക്ക് കൈക്കലാക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. പ്രഭാവതി, നീ ആരെ കൊണ്ടേ പറയുന്നതെന്ന് അറിയാമോ? കവിതേ, ഒരു കണക്കിന് അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവൾ പറഞ്ഞത് ഒരക്ഷരം പടി ശരിയല്ലേ? പ്രബേട്ട, നമ്മുടെ മക്കളാ കിഷോറും അഞ്ജലിയും. അവരെ ഇങ്ങനെ പറയരുത്. ഏട്ടത്തി, ഞാൻ അഞ്ജലിയെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. ഏട്ടത്തിക്ക് അഞ്ജലി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് മായയും. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാത്ത അവൾക്ക് വേണ്ടി നമ്മുടെ ബാക്കി 2 മക്കളുടെയും ഭാവി കളയണമോ? നീ എന്താ ഉദ്ദേശിച്ചത് പ്രഭാവതി? അല്ല, എനിക്ക് ചിലപ്പോൾ അഞ്ജലി വേറെ ആരുടെയെങ്കിലും കൂടെ പോയതാണെങ്കിലോ? പ്രഭാവതി, നീ എന്താണ് പറയുന്നത്? അതല്ല, അവൾ വേറെ എന്തെങ്കിലും തരത്തിൽ പോയതല്ലെങ്കിൽ പിന്നെന്താ അവൾക്കൊന്ന് ഫോൺ വിളിച്ചാൽ? പ്രഭേ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. അതിനിപ്പോൾ ഇനി എന്താ വേണ്ടത്? അതല്ല ഏട്ടാ, കിഷോർ മായുമായുള്ള വിവാഹം നമ്മൾ ഉറപ്പിച്ചതല്ലേ? അതെ, അതിനിപ്പോഴും ഒരു മാറ്റം വന്നില്ലല്ലോ. ഏട്ടൻ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ എന്താ? അവരുടെ വിവാഹം ഇപ്പോൾ നടന്നില്ലെങ്കിലും ഒരു മോതിരമാറ്റൽ ചടങ്ങെങ്കിലും ഇപ്പോൾ നടത്തണം. അല്ലാതെ ഇനിയും വെറുതെ വായ്വാക്കിൽ നടന്നാൽ പോരാ. പ്രഭേ, അഞ്ജലിയുടെ വിവരം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് പോരെ. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. കവിതേ, പ്രഭ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവൾ പറഞ്ഞതുപോലെ അഞ്ജലി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവൾ വിളിക്കേണ്ടതായിരുന്നില്ലേ? പ്രഭേട്ടൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മകൾ തെറ്റു ചെയ്തിട്ടുണ്ട് എന്നാണോ? കവിതേ, അതിലെന്താ ഇത്ര സംശയം? അവൾ തെറ്റു ചെയ്തിട്ടുണ്ടാവും, അതാ അവൾ വിളിക്കാത്തത്.
പ്രഭാവതി പറഞ്ഞതുപോലെ ഇനി അവൾ വരുന്നതും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് കിഷോറും മായയുമായുള്ള ബന്ധം ഉറപ്പിക്കണം. പ്രഭേ, നീ പറഞ്ഞതുപോലെ നമുക്ക് എത്രയും പെട്ടെന്ന് അത് നടത്തണം. നിങ്ങൾ രണ്ടുപേരും പോയി ജോത്സ്യനെ കണ്ട് അവരുടെ ജാതകം ഒന്ന് കുറിപ്പിക്കും. ശരി ഏട്ടാ, അത് ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ ഏട്ടൻ എന്റെ വരുതിയിൽ വന്നു. ഇനി ഒട്ടും സമയം കളയാനില്ല. ഏട്ടന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ കിഷോറും മായയുമായുള്ള വിവാഹം നടക്കണം. എടി പാത്തു, ഇവളെ എന്താ വിളിച്ചിട്ട്? എടി, എന്നെ വിളിച്ചിരുന്നോ? നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഇത്ര താമസിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ അടുത്ത് എത്തണമെന്ന്. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എന്ത് ജോലിയായാലും ഞാൻ വിളിക്കുമ്പോൾ എന്റെ അടുത്ത് പെട്ടെന്ന് എത്തിക്കൊള്ളണം. മനസ്സിലായോ? ഇവളെന്താ എന്നോട് ഇങ്ങനെ കൽപ്പിക്കുന്നത്? ഇവൾക്ക് അറിയില്ല ഞാൻ ആരാണെന്ന്. നിനക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. എന്താ എന്താ നീ ഇങ്ങനെ പിറുപിറുക്കുന്നത്? ഒന്നുമില്ല. ഇനി മേലിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ശോഭയുടെയും മകളുടെയും അതേ സ്ഥിതിയായിരിക്കും നിനക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. ഇങ്ങനെ ഒതിയാർക്കത്തിൽ നിന്നാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നീ തെണ്ടും. അതോർത്തു നീ വെച്ചോ. നീ പോയി എനിക്ക് കുളിക്കാനുള്ള എണ്ണ എടുത്തു വാ. നിന്റെ എണ്ണ തേച്ചുള്ള കുളി നിനക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. അമ്മേ, എന്താ മോളെ? അത് പിന്നെ അമ്മയുടെ ഫോണിൽ ഏതോ ഒരു മത്തായി കുറെ സമയമായി വിളിക്കുന്നു. നീ ഫോൺ എടുത്തോ? ഇല്ല അമ്മേ, ഞാൻ എടുത്തില്ല. ഫോൺ എവിടെ? അല്ല അമ്മേ, ആരാ ഈ മത്തായി? ഇതിനു മുമ്പ് അമ്മയെ വിളിച്ചിരുന്നല്ലോ. അതാരുമില്ല, അതെന്നോട് പഠിച്ചൊരു കൂട്ടുകാരനാ. നീ ചെല്ല്. ആ മത്തായി, എന്താ? ഓ, വെറുതെ വിളിച്ചതായിരുന്നോ? ഇപ്പോൾ ഏതായി പുതിയ മത്തായി? ഒരു മിനിറ്റ്, നീ ഒന്ന് ഹോൾഡ് ചെയ്. ഞാനൊന്ന് മാറി നിൽക്കട്ടെ. മത്തായി, നിന്നോട് ഞാൻ ഇങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കില്ലേ? സോറി മാഡം, ഇവളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. എന്റെ മകളുടെ വിവാഹം കഴിയുന്നതുവരെ അവൾ പുറം ലോകം കാണരുത്. അതല്ല മാഡം, ഇവൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അവൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, കഴിക്കുന്നില്ലെങ്കിൽ അവിടെ കിടക്കട്ടെ. അല്ല, അവളുടെ കുട്ടിയുടെ കാര്യം എന്തായി? അത് പിന്നെ മാഡം, ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഞങ്ങൾ എല്ലാ ഭാഗവും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചാൽ മാത്രം പോരാ, ആ കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. മാഡം, പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. എന്താ കാര്യം? അത് പിന്നെ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ. മത്തായി, നിനക്ക് ശരിക്കും ബുദ്ധിയില്ലേ? അല്ലെങ്കിൽ നീ അഭിനയിക്കുകയാണോ? മാഡം, അല്ലാതെ പിന്നെ നിനക്കറിയില്ലേ ആ കുട്ടി ഇവിടെ ആയിരിക്കും അറിയില്ലെന്ന്? അതുകൊണ്ടായിരുന്നില്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന്? മാഡം, ഞാനൊക്കെ സൂക്ഷിച്ചായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ആ സമയത്താണ് അവിടെ ആ രണ്ട് സ്ത്രീകൾ എത്തിയത്. സ്ത്രീകളോ? ഏത് സ്ത്രീകൾ? ഒരു അമ്മയും മകളും എന്നാ തോന്നുന്നത്. ശരിക്കും വ്യക്തമായി അറിയില്ല. പക്ഷേ ആ കുട്ടി അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അവരെ ഇനി ഒരു വട്ടവും കൂടി കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല മാഡം. എങ്കിൽ നീ എത്രയും പെട്ടെന്ന് അവരാരാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കുട്ടി അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം. ശരി മാഡം. മാഡം, എനിക്ക് വട്ടച്ചെലവിന് കുറച്ച്. ശരി, ഞാൻ 1 ലക്ഷവും കൂടി നിന്റെ അക്കൗണ്ടിലേക്ക് ഇടാം. ഓക്കെ, ശരി മാഡം. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കിഷോറും മായയുമായുള്ള വിവാഹം നടന്നാൽ മതിയായിരുന്നു. ഇവൾ എന്തിനാ ഇങ്ങനെ തൊള്ള കീറുന്നത്? എന്താ, എന്ത് വേണം? നീ ഇവിടുന്ന് എത്ര തൊള്ള കീറിയിട്ടും കാര്യമില്ല. നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നിന്നെ മാത്രമല്ല, നിന്റെ കുട്ടിയെയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് രണ്ടുപേരെയും ഞങ്ങൾ കൊല്ലും. അമ്മേ, എന്നാലും എന്റെ ആ റിങ് എവിടെ പോയി? നിനക്ക് സ്വർണം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത് റിങ്ങ. അത് കൊണ്ടുപോയി കളഞ്ഞിട്ട് നിനക്ക് സമാധാനമായില്ലേ? അമ്മേ, അമ്മയുടെ പറയൽ കേട്ടാൽ തോന്നുമല്ലോ ഞാൻ അറിഞ്ഞും കൊണ്ട് കൊണ്ടുപോയി കളഞ്ഞതാണെന്ന്. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, നീ അതെപ്പോഴാ അവസാനമായി ഇട്ടത്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പുത്തൻ പാലസിലേക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാ ഇട്ടത്. അങ്ങനെയാണെങ്കിൽ അത് ആ സൂപ്പർ മാർക്കറ്റിൽ തന്നെ വീണു. ഇനി അതിനെപ്പറ്റി ആലോചിക്കാത്തതാ നല്ലത്. അമ്മേ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. പേടിയാവുന്നെന്നോ? എന്തിന്?
പിന്തുടരുന്നത് പോലെ എനിക്ക് തോന്നി. എന്ത് പിന്തുടരുന്ന പോലെയോ? ആരാ നിന്നെ പിന്തുടരുന്നത്? അമ്മേ, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. പക്ഷേ ആമിയുടെ ജീവൻ അപകടത്തിലാണ്. മോളെ സ്നേഹ, നീ എന്താണ് ഈ പറയുന്നത്? ആമിയുടെ ജീവൻ അപകടത്തിലാണെന്നോ? അതെ അമ്മേ, ആമി നമ്മുടെ കൂടെ കൂടിയതിനു ശേഷം എന്തൊക്കെയോ ഒരു അപകടം പോലെ എനിക്ക് തോന്നുന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നു മോളെ. ആമിക്കുട്ടി, ആമിക്കുട്ടി എന്താ അവിടെ നിന്നതിങ്ങി ബാ. എന്താ ആമിക്കുട്ടിയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നത്? പാവം കുട്ടി, അതിനതിന്റെ അമ്മയെ കാണണമെന്നാ പറയുന്നത്. എന്നാലും ഈ കുട്ടിയുടെ അമ്മയ്ക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? വാവ കരയണ്ട, വാവയുടെ അമ്മയെ ചേച്ചി പെട്ടെന്ന് കണ്ടുപിടിച്ചു തരാം കേട്ടോ. ഓഹോ, നിങ്ങളൊക്കെ ഇവിടെ കെട്ടിടമ്മ ചമഞ്ഞിരിക്കുകയാണോ? എന്താ ഗീതേ, എന്താണെന്നോ? നിങ്ങൾക്കൊന്നും ജോലിയില്ലേ? നിങ്ങളൊക്കെ എന്തെടുക്കുക ഇവിടുന്ന്? ഏത് നേരത്താണാവോ ഇതിനെയൊക്കെ പിടിച്ച് എന്റെ വീട്ടിലേക്ക് കയറ്റാൻ തോന്നിയത്? അയ്യോ ഗീതേ, എന്ത് പറ്റി? നീ എന്തായി പറയുന്നത്? എന്ത് പറ്റിയെന്നോ? 3 പേരും കൂടി 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. അതിനുള്ള ജോലിയൊന്നും ഇവിടെ ചെയ്യുന്നില്ലല്ലോ. മോളെ ഗീതേ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ തിന്നുന്ന കാര്യത്തിന്റെ കണക്ക് പറയുന്നത്? ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ കണക്ക് പറയുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് 3 പേർക്കും ചെറിയ ചെലവാണെന്ന്? എന്റെ ഏട്ടൻ കണ്ണെത്താ ദൂരത്ത് നിന്ന് അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസയാ. അതാ കണ്ട അലവലാദിക്കൊക്കെ തിന്നുകൊടുത്ത് തീരുന്നത്. ഇങ്ങനെയൊന്നും പറയല്ലേ ഗീതേ. നിനക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിത്തരാം. അല്ല, നിങ്ങൾ ഇറങ്ങിത്തരാം എന്ന് പറയുന്നു, എന്നിട്ട് നിങ്ങൾ എവിടെ പോകും? ഞങ്ങൾ വല്ല അനാഥ മന്ദിരത്തിലും പോയി നിന്നോളാം. ഓഹോ, എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് എന്നെ പറയിപ്പിക്കാൻ അല്ലേ? ദക്ഷണം കെട്ട സാധനങ്ങൾ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു വാടക വീട് കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടത്തേക്ക് താമസം മാറിക്കോ. എന്നാൽ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണെങ്കിലില്ലല്ലോ. നിങ്ങൾ 2 പേരും തന്നെയുണ്ട്, പോരാത്തതിന് ഒരു അലവലാതി കുട്ടിയും. അമ്മേ, മോളെ, ദൈവമേ, എന്തൊരു വിധിയാണിത്. അമ്മേ, അമ്മ വിഷമിക്കേണ്ട കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാം. എത്രയും പെട്ടെന്ന് മാറാമെന്നോ? മോൾ എന്താണ് ഈ പറയുന്നത്? നമ്മൾ എവിടേക്കാ പോവുക? അമ്മേ, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല. ചിന്നുബാവേ, ഞാൻ ബോൾ അറിയട്ടെ. എന്നാ ഇന്ന പിടിച്ചോ. ഓക്കെ, എണ്ണ തേച്ച് കുളിക്കണം പോലെ. ഓളി പാത്തൂരോട് കൽപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ കെട്ടിയോ പക്കർക്കാക്ക വരെ എന്നോട് ഇതുവരെ കൽപ്പിച്ചിട്ടില്ല. എന്നേരാ ഒരു പാരട്ട പെണ്ണ് വന്ന് എന്നോട് കൽപ്പിക്കുന്നത്? എടി പ്രഭാവതി, നിനക്ക് വെറുതെ തോന്നുന്നതാ ശോഭയോടും മകളോടും ചെയ്തതുപോലെ എന്നോടും ചെയ്യാമെന്ന്. പാത്തുവാരാണെന്ന് നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഓൾ എന്നെ പണിയും കൂലിയും ഇല്ലാണ്ട് തെണ്ടിക്കും പോലെ. ഇത് ഓയിലാണല്ലോ, വെളിച്ചെണ്ണയല്ലല്ലോ. എന്റെ പക്കർക്കാക്ക ഉണ്ടാവും അടുക്കളയൊക്കെ അരിയിക്ക്. ഒരു സാധനം വെച്ചെടുത്ത് വെക്കുവല. അല്ല, വെളിച്ചെണ്ണ എവിടെ പോയി? ഓ, അവിടെ ഉണ്ടായിരുന്നോ? ഈ മനുഷ്യൻ അടുക്കളക്കാരിയാ പണിയാ. എനിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നു. ഓയില് വെളിച്ചെണ്ണ, ഓയില് വെളിച്ചെണ്ണ. എടി പ്രഭാവതി, നിന്റെ എണ്ണ തേച്ചുള്ള കുളി ഞാൻ ഇന്ന് കാണിച്ചു തരാം. എണ്ണയും തേച്ചോളെ ശരീരം അങ്ങനെ മിനുക്കോ നിൽക്കുന്നു. എടി, നിനക്ക് ഞാൻ കാണിച്ചു തരാം. വെളിച്ചെണ്ണ, നീ അവിടെ തന്നെ നിൽക്ക്. എടി പ്രഭാവതി, നീ അങ്ങനെ ശുദ്ധമായ വെളിച്ചെണ്ണ തേച്ച് കുളിക്കണ്ട. ഈ ഓയിൽ തേച്ച് കുളിച്ചാ മതി. എന്നിട്ട് വേണം നിന്റെ ശരീരം ചൊറിഞ്ഞു പൊട്ടാൻ. ഈ പാത്തൂനോട് കളിച്ചാൽ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ ഓർക്കണം. ഇന്റെ മിനുക്കുന്ന ശരീരം എനക്കൊന്ന് കാണണമല്ലോ. നല്ല രസമുണ്ടാവും. ഓളെ മേലെങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന കാണേ. ഇനി മേലെ എനിക്ക് എണ്ണ തേച്ച് കുളിക്കാനുള്ള പൂതി ഉണ്ടാറ്. അയ്യോ, പണി പാളി. ഓയിൽ മുഴുവൻ പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഭാഗ്യം, മുഴുവൻ പോയില്ല. അയ്യോ, തറയിൽ കുറച്ചായല്ലോ. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടേക്കാം ബാത്റൂമിൽ ഓയിൽ. അമ്മ ഫോണും കൊണ്ട് കുറെ നേരമായല്ലോ പോയിട്ട്. ആരായി മത്തായി, കുറെ നേരമായല്ലോ വിളിക്കുന്നു. നീ എവിടുന്നാ വരുന്നത്? എന്ത്, നീയാ? വയസ്സിന് മൂപ്പുള്ളവരെ നീ എന്നാണ് വിളിക്കുക? അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു. മേഡം എവിടുന്നാ വരുന്നത്? നീ എന്നെ
പ്രതീക്ഷിക്കണ്ടു. എന്താ പിറുപിറുക്കുന്നത്? ഏയ് അതൊന്നുമല്ല. ആ കോടിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കാൻ മാത്രം അവിടെ എന്താണുള്ളത്? അവിടെ കുറച്ച് ഓയിൽ മാറിയിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നടു പൊട്ടും. ഞാൻ അത് വൃത്തിയാക്കാൻ വേണ്ടി തുണി എടുത്തിട്ട് വരുന്നു. അതുവരെ ഇവിടെ തന്നെ നിന്നോ. അല്ലാണ്ട് നടു പൊട്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അവൾ ഇന്നീന്ന് വിളിക്കറ് പോലെ വേലക്കാരിയുടെ ഒരു വർത്താനം. അയ്യോ, ഇപ്പൊ അമ്മ മുന്നും വയ്യും നോക്കാതെ മുകളിലേക്ക് പോകുമല്ലോ. ഇവിടെ തന്നെ നിൽക്കാം. അമ്മ വന്നിട്ട് പറയാം എണ്ണ മറിഞ്ഞ കാര്യം. അമ്മ വീഴുന്നതല്ല പ്രശ്നം. കിഷോർ ഞാനുമായുള്ള വിവാഹം നടക്കാതെയായി പോകും. അമ്മ വരുന്നുണ്ട്. മായ സോഫയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഇനിയിപ്പൊ 100 കൂട്ടം ചോദ്യമായിരിക്കും. ആരായി മത്തായി? എന്തിനാ വിളിച്ചത്? എത്ര നേരമായി വിളിക്കുന്നു എന്ന് തുടങ്ങി 100 ചോദ്യം ഇപ്പോൾ ചോദിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു പോംവഴി? കുളിക്കട്ടെ എന്നും പറഞ്ഞ് മുകളിലേക്ക് പോകാം. അല്ലാതെ എല്ലാ കാര്യവും ഇപ്പോൾ പറയേണ്ടി വരും. എല്ലാം സമയമാവുമ്പോൾ പറയാം. ഇതെന്താ അമ്മ അവിടെ നിന്ന് ആലോചിക്കുന്നത്? ഇതെന്താ ഇങ്ങോട്ട് വരാത്തത്? എന്താ മോളെ? ഒന്നുമില്ല, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. ദൈവമേ, മത്തായിയുടെ കാര്യം തന്നെയായിരിക്കും. അമ്മേ, എനിക്കിപ്പോൾ ഒരു കാര്യവും കേൾക്കാൻ നേരമില്ല. അമ്മേ, അമ്മ ഇത് കേൾക്കണം. എല്ലാ കാര്യവും ഞാൻ കുളിച്ചു വന്ന് കേൾക്കാം. അല്ലാതെ ഇപ്പോൾ ഒന്നും കേൾക്കാൻ എനിക്ക് നേരമേ ഇല്ല. ഈ അമ്മയ്ക്ക് എന്താ പറ്റിയത്? എണ്ണയുടെ കാര്യം പറയുമ്പോൾ അമ്മ എന്ത് പെട്ടെന്ന് പോയത്? അയ്യോ അമ്മ, എണ്ണ! ദൈവമേ, പണി പാളിയല്ലോ. ഒരു വിധം രക്ഷപ്പെട്ടു. പെട്ടെന്ന് പോയി ബാത്റൂമിലേക്ക് കയറാം, അല്ലെങ്കിൽ പുറകെ തന്നെ വരും. അയ്യോ അമ്മേ, ഒന്ന് ഓടി വാ. അല്ലോ, പാത്തുവാൻ തോന്നും കരയുന്നത്. ഇതാ ഞാൻ വരുന്നു പാത്തുവോ. അയ്യോ, ഇത് പാത്തു അല്ലാലോ. ഇതെന്ത് പറ്റി? അയ്യോ മേഡം, എന്റെ അല്ലോ പഠിച്ചോനെ, ഇവിടെ എണ്ണ ഉണ്ടല്ലോ. എന്റെ മേഡം, ഇവിടുന്ന് എണീക്കാൻ പറ്റുന്നില്ല. പിന്നെയും ഊരുന്ന്. അല്ലോ, ഇഞ്ഞടുത്ത് കരിയാണ്. ഞാളൊന്ന് എണീപ്പിക്ക് പാത്തുവോ. എന്റെ പാത്തു എനിക്ക് ഇവിടുന്ന് എണീക്കാൻ പറ്റുന്നില്ല. അല്ലോ, എന്റെ പാത്തു, എന്റെ നടു. പാത്തു, എന്നെയും റൂമിൽ കൊണ്ടുപോയാക്ക്. പാത്തു, ഞാൻ ഇഞ്ഞാ വീണെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതേനു. എന്റെ പാത്തു, ഇഞ്ഞാണ് സത്യം. ഞാൻ ഇഞ്ഞാന്ന് വിചാരിച്ച് ഓടി വന്നതേനു. നോക്കുമ്പോ മേഡം അവിടെ കിടക്കുന്നത്. അതാ മേഡത്തിന് എണീപ്പിക്കാൻ പോയ എന്റെ കാലും വഴുതിപ്പോയതാ. അതല്ല, നമുക്ക് പിന്നെ സംസാരിക്കാൻ പാത്തുവോ. ഇനി എന്നെ എവിടെങ്കിലും കൊണ്ടുപോയി ഇരുത്ത്. അയ്യോ, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? മോളെ ചിന്നു, മോള് കരയാതെ ഒന്ന് മെല്ലെ എഴുന്നേൽക്ക്. എന്താ പറ്റിയത്? കരയാതെ മോളെ, എന്താ പറ്റിയതെന്ന് പറ. എന്ത്? എന്റെ കുട്ടിയുടെ മേത്ത് ബോൾ കൊണ്ടെന്നോ? മോളെ ചിന്നു, എന്താ സംഭവിച്ചത്? എടി, നീയാണ് എന്റെ മകളുടെ മേത്ത് ബോൾ എറിഞ്ഞത്? ബോള് കൊണ്ട് കളിക്കുമ്പം കൊണ്ടിക്ക്. നീ എന്റെ മകളെ അറിഞ്ഞും കൊണ്ട് എറിഞ്ഞത് തന്നെയായിരിക്കും. തുടങ്ങി അവൾ വായെടുത്താൽ കളവ് പറയാൻ. അയ്യോ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? ഇതിലും അധികം ഇനി എന്ത് പറ്റാനാ? അവളുടെ ഒരു സെന്റിമെന്റ്സ് ആക്കൽ. ആമിക്കുട്ടി, എന്താ ശരിക്കും സംഭവിച്ചത്?
കളവിന് കയ്യും കാലും മുളച്ച സാധനം. മോളെ ചിന്നു, ശരിക്കും എന്താ സംഭവിച്ചത്? എന്താടി നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായില്ലേ? നിന്റെ ഈ കുരുത്തം കെട്ട പെണ്ണു തന്നെയാ എന്റെ മകളെ ബോൾ എറിഞ്ഞത്. ചെറിയമ്മേ, ചിന്നു പറയുന്നത് കേട്ടില്ലേ? ആമിക്കുട്ടിയല്ല ബോൾ എറിഞ്ഞതെന്ന്. മോളെ ചിന്നു, നീ എവിടുന്ന് ഇങ്ങനെ കളവ് പറഞ്ഞു പഠിച്ചത്? ഈ ആമയുടെ കൂടെ കൂടിയിട്ടാണോ? അയ്യോ ചെറിയമ്മേ, എന്തൊക്കെയാ ഈ പറയുന്നത്? അല്ലാതെ പിന്നെ എന്റെ മകൾ കളവ് പറയില്ല. ഈ അനാഥ പെണ്ണിന്റെ കൂടെ കൂടിയിട്ടാ ഇവളിങ്ങനെ വഷളായത്. മതി മതി നിന്റെ വിശദീകരണം. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. വാടി ഇവിടെ. ആമിക്കുട്ടി സങ്കടപ്പെടണ്ട കേട്ടോ. സാരമില്ല, ചേച്ചി ചോദിച്ചോളാം ചക്കി ചേച്ചിയോട് കേട്ടോ. ആമിക്കുട്ടി വിഷമിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറാം കേട്ടോ. ചേച്ചി പെട്ടെന്നൊരു ജോലി കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് ആമിക്കുട്ടിയും ചേച്ചിയും അമ്മയും